ഇടതിന്റെയും വലതിന്റെയും ചർച്ച ഡീൽ വിഷയം. ഇവിടെയെല്ലാം സൗജന്യ പ്രചരണം ലഭിക്കുന്നത് ബി.ജെ.പിക്ക്. കേരളം ചുട്ടുപൊള്ളുമ്പോൾ താൽക്കാലിക ആശ്വാസമായി വേനൽ മഴ പലയിടങ്ങളിലും തകർത്ത് പെയ്തിട്ടുണ്ട്. പൊരിവെയിലിൽ 5 വർഷത്തിലൊരിക്കൽ വോട്ടർമാരെ തേടിയിറങ്ങുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മുൻപിൽ വാഗ്ദാനങ്ങളുടെ കെട്ടഴിക്കാനുമുണ്ട്. അത് കേൾക്കുമ്പോൾ കുളിരുകോരുന്ന വോട്ടർമാർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന സ്ഥാനാർത്ഥിയും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ പരസ്പരം പോരടിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ പറയാനുള്ള പ്രധാന ആരോപണം ഡീൽ തന്നെയാണ്. കോൺഗ്രസ് പറയുന്നു CPM BJP ഡീലാണ് നടക്കുന്നതെന്ന്. CPM പറയുന്നു കോൺഗ്രസ് BJP ഡീലാണ് നടക്കുന്നതെന്ന്. എന്തായാലും ഡീലിൽ മുഖ്യ കഥാപാത്രം BJP ആണെന്ന് ഉറപ്പിക്കാം. BJPയുടെ പേരും പറഞ്ഞ് പരസ്പരം പോരടിക്കുന്ന മുന്നണികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണോ, അതോ മനസ്സിലായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ ഒട്ടം കളിക്കുന്നതാണോ? എന്തിനും ഏതിനും BJPയെ കൂട്ടുപിടിച്ച് ഡീൽ ആരോപിച്ചു കൊണ്ടിരുന്നാൽ അതിലൂടെ കേരളത്തിലെ പ്രബല കക്ഷിയായി BJP മാറുന്നു എന്ന വസ്തുത ഇവർക്ക് മനസ്സിലാകാത്തതെന്തേ? പണ്ടൊക്കെ ഒളിച്ചും പാത്തും മാത്രം കൊടികെട്ടിയും രഹസ്യമായി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യവും മാത്രമേ ഇരു കക്ഷികളും BJPക്ക് നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതൊക്കെ വെറും പഴങ്കഥകൾ മാത്രം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ മുൻപന്തിയിൽ തന്നെ BJP എന്ന പാർട്ടി മഹാമേരു പോലെ നിലകൊള്ളുന്നു. തുടർച്ചയായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ ഒരു മുന്നേറ്റവും കേന്ദ്രത്തിൽ നടത്തുവാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉയർന്നു വന്നിട്ടുമില്ല. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഇന്ത്യയിൽ ശക്തരായ ഭരണകക്ഷിയാകുവാൻ BJPക്ക് സാധിച്ചത് എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതാണ്. കേരളത്തിൽ ഇരു മുന്നണികളും എതിർത്ത് ഇന്ന് തങ്ങളുടെ അടിവേര് തന്നെ പിഴുതെറിയാനും മാത്രം ശക്തമായ സംഘടനാ ശക്തി നേടിയെടുക്കുവാൻ BJPക്ക് സാധിച്ചു. കേരളത്തിൽ മുസ്ലിം വോട്ടുകളിൽ മാത്രം കൂടുതൽ സ്വാധീനം ചെലുത്താനായിട്ടില്ലെങ്കിലും മറ്റുള്ളവരിൽ BJPക്ക് സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള ഈഴവ ദളിത് വിഭാഗങ്ങൾക്കിടയിലും BJP എന്ന പാർട്ടിയെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നായർ ബ്രാഹ്മണർ സമുദായങ്ങളിൽ വളർച്ച കുറച്ച് കൂടുതലാണെന്ന് കാണാവുന്നതാണ്. കേരളത്തിലെ ഹിന്ദു വോട്ടുകളിൽ ഏകദേശം 21% BJP നേടിയെടുത്തിട്ടുണ്ട്. നായർ വോട്ടുകളിൽ 27%, ഈഴവ വിഭാഗത്തിൽ നിന്ന് 23%, ST വിഭാഗത്തിൽ നിന്ന് 22%, ദളിത് വിഭാഗത്തിൽ നിന്ന് 7% ഇതുവരെ നേടിക്കഴിഞ്ഞു. ഇതിൽ ഈഴവ വിഭാഗത്തിന്റെ വോട്ടുകൾ നഷ്ടമായാൽ ഇടതുപക്ഷത്തെയും മറ്റ് വിഭാഗക്കാരുടെ വോട്ടുകൾ നഷ്ടമാകുമ്പോൾ അത് കോൺഗ്രസിനും തിരിച്ചടിയാകുന്നു. ഫലത്തിൽ അന്തരീക്ഷത്തിൽ നിന്നുമല്ല BJPയിലേക്ക് അംഗങ്ങൾ പുതിയതായി എത്തുന്നത്, ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നും മാത്രമാണ്. തങ്ങളുടെ അണികളിൽ നിന്നും ആരും തന്നെ BJPയിലേക്ക് പോകില്ല എന്ന് അവകാശപ്പെടുമ്പോഴും എപ്പോൾ വേണമെങ്കിലും BJPയുടെ വലയിലേക്ക് അങ്ങോട്ട് പോയി കയറാനാണ് പലരും ശ്രമിക്കുന്നതെന്നും ഓർമ്മ വേണം. അതിൽ തിരുവിതാംകൂർ മേഖലകളിലെ BJPയുടെ വളർച്ചയുടെ നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസിനും, മലബാർ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇടതുപക്ഷത്തിനും നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നത് മറച്ചു വെക്കാനാവില്ല. എന്നിട്ടും നായക സ്ഥാനത്ത് BJPയെ നിർത്തിക്കൊണ്ടാണ് ഇരുപക്ഷങ്ങളും വാക്പോര് നടത്തുന്നത് എന്നതാണ് ചിന്താശക്തി കുറഞ്ഞു പോകുന്നതിന്റെ തെളിവായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും മതത്തെ പ്രത്യേക ലക്ഷ്യത്തിനായി ഉപയോഗിച്ച് വൻ വിജയത്തിലെത്തിയിട്ടുണ്ട് BJP. ഇനി അതിനെ തകർക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് BJPയെ തോൽപ്പിക്കുന്ന കാലം വിദൂരമായതിനാൽ അതിന് മെനക്കെടാനൊന്നും ആർക്കും താല്പര്യമില്ല. അതിലും ഭേദം BJPയിൽ പോയി ചേർന്ന് അവർ തരുന്ന സൗകര്യങ്ങളും സൗജന്യങ്ങളും വാങ്ങി ജീവിതം സുഖിച്ചു തീർക്കുന്നതല്ലേ നല്ലതെന്നാണ് ഇന്ന് മിക്കവരുടെയും രാഷ്ട്രീയ ചിന്താഗതി. അതുപോലെ തന്നെ ഇടതിന്റെയും വലതിന്റെയും ഏക ധൈര്യം എന്നത് ന്യൂനപക്ഷങ്ങളുടെ സഹകരണമാണ്. BJPക്കെതിരെ ന്യൂനപക്ഷ സമുദായങ്ങൾ നിലകൊള്ളുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് അവരുടെ ബലം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ പല കാര്യങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായി വരുന്നതിനാൽ അതിനുള്ളിലും വിള്ളലുണ്ടാകുവാൻ അധിക നാൾ വേണ്ടിവരില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ നിന്നും നിരവധി പേർ BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കുറച്ചു നാളുകളായി കാണാവുന്നതാണ്.
മറ്റു മതങ്ങളെ അംഗീകരിക്കാൻ താല്പര്യക്കുറവ് കാണിക്കുന്നവരും ബി ജെ പിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഇരു മുന്നണികളും ഇന്ന് ഡീൽ ആരോപിച്ച് തകർക്കുന്നത്. അതിൽ ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ്. ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടി ആരാണോ അവരെ ഭീതിയോടെ കാണാൻ മുസ്ലിം സമുദായത്തെ പ്രാപ്തരാക്കാനാണ് ശ്രമം. ബി ജെ പിക്കെതിരെ പ്രചരണം നടത്തുവാൻ നിരവധി കാരണങ്ങൾ നിലനിൽക്കെയാണ് ഡീൽ എന്ന വാക്കു മാത്രം പുറത്തേക്ക് വരുന്നത്. ഇന്ന് രാജ്യം നേരിടുന്ന ഗ്യാസ് പ്രതിസന്ധി മുതൽ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാതിരുന്നതടക്കം നിരവധി വിഷയങ്ങൾ ബി ജെ പിക്കെതിരെ ഉന്നയിക്കാൻ മറക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് ബി ജെ പിയിൽ ഉത്തരം വ്യക്തമാണ്. ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ടിനായി പരസ്പരം പോരടിക്കുന്ന ഇടതിനും വലതിനും രാഷ്ട്രീയപരമായി ബി ജെ പിയെ കുറ്റപ്പെടുത്തുവാൻ വാക്കുകൾ കിട്ടില്ല. അതിനാൽ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മിക്ക മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്തുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനും പ്രത്യേകതകൾ കൂടുതലാണ്. ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് സി പി എം ആണ്. ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ദയനീയമായ അവസ്ഥ തന്നെയാണിത്. തമ്മിൽ കലഹിക്കുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ടിട്ടും ആരും പോയില്ലെന്നും പോകില്ലെന്നും പറയുന്നത് അടുത്ത പോക്ക് താനാണോ എന്ന സംശയം നിലനിൽക്കുന്നതിനാലാകാം. കേരളത്തിൽ ആദ്യം ഒരു MLA സ്വന്തമാക്കിയ ബി ജെ പി പിന്നീട് MP യെ വിജയിപ്പിച്ചെടുത്തു. ആ യാത്രയുടെ അവസാനം നട്ടെല്ലായ തിരുവനന്തപുരം നഗരസഭ വൻ വിജയത്തോടെ കരസ്ഥമാക്കി. ഇനി അടുത്തു വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളം ജനത. ചങ്കിടിപ്പോടെ ബി ജെ പിയെ വീക്ഷിക്കുന്ന എതിർപക്ഷത്തിന് അങ്കലാപ്പാണ് ഗതി. നിങ്ങൾ എതിർക്കും തോറും അതൊരു പരസ്യമായി ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ പിയെ എത്തിക്കാനേ സാധിക്കൂ. നിങ്ങൾ ചെയ്ത നല്ല ഭരണ നേട്ടങ്ങൾ മാത്രം എടുത്തു കാണിക്കുവാൻ ശ്രമിക്കുക. അത് അംഗീകരിക്കാൻ ജനം തയ്യാറാകും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു നാൾ അവർക്കൊപ്പം ജനം അണിചേർന്നേക്കാം. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഒരു ശത്രുവില്ലെന്ന് ഓർത്താൽ നല്ലത്. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.